ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗൗതവും നന്ദയും കണ്ടുമുട്ടിയപ്പോൾ അവർ പരസ്പരം സ്നേഹിക്കുമെന്നും അവർ പരസ്പരം കഴിഞ്ഞതെല്ലാം ഏറ്റു പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരുത്തുമെന്നൊക്കെയുള്ള ഒരു ധാരണയിൽ ആ ഒരു സെറ്റപ്പിൽ ആ കാര്യങ്ങൾ അങ്ങ് കഴിഞ്ഞു പോയി. പക്ഷേങ്കിൽ സംഭവിച്ചത് നേരെ വിപരീതമാണ്. രണ്ടുപേരുടെയും മനസ്സിലെ കോംപ്ലക്സ് വീണ്ടും ഉയർത്തെഴുന്നേറ്റു. അപ്പം നന്ദയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പം നന്ദയുടെ ഭാഗത്ത് 100% ശരിയുള്ള കാര്യമാണ്. ഗൗതം നോക്കുമ്പോൾ നന്ദ ഗൗതത്തിനെ ഉപേക്ഷിച്ച് പോയിട്ടും ഇത്രയും നാളായിട്ട് വിളിച്ചില്ല, അന്വേഷിച്ചില്ല കാര്യങ്ങൾ. ഈ സമയത്ത് ഡോക്ടർ ആൻറ്റിയുടെ അടുത്ത് നിന്ന് വിളിച്ചുകൊണ്ട് വന്നതിൻ്റെ പേരിൽ നന്ദോട്ടനാണെങ്കിൽ ഗൗതത്തിനോട് പിണങ്ങുകയും ചെയ്തു. ഇവർ അങ്ങനെ ആ ഒരു ഇതിലിരിക്കുന്ന സമയത്താണ് പിങ്കി ഇങ്ങനെ ഗൗതത്തിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കോള് കട്ട് ചെയ്ത് വിടുമോ നമ്മുടെ ഗൗതം. അപ്പോഴേക്കും പിങ്കിക്ക് ഇവിടെ ടെൻഷനായി. എന്തുകൊണ്ടാണ് ഗൗതം സാർ ഇങ്ങനെ കോള് കട്ട് ചെയ്ത് വിടുന്നത്? ഞാൻ വിളിക്കുമ്പോൾ ഗൗതം സാർ എന്താ എടുക്കാത്തത്? അപ്പോൾ ഗൗതം ആണെങ്കിൽ ഇവിടെ തല പുകഞ്ഞു നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് ഗൗതത്തിന് അറിയില്ല. ഈ സമയം പിങ്കി ആണെങ്കിൽ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുക. അവസാനം ഗൗതം ആണെങ്കിൽ ഗതി കെട്ടിട്ട് ആ ഫോൺ എടുത്തിട്ട് വിളിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്ത്. ഈ സമയത്ത് പിങ്കിക്ക് അത് ഭയങ്കര ഇൻസൾട്ടായിപ്പോയി. പിങ്കി എന്നിട്ട് അവിടെ വിഷമിച്ചിരിക്കുക. അപ്പോഴേക്ക് ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു. മോളെ, ഗൗതമോ വിളിച്ചിരുന്നോ, എന്തെങ്കിലും പറഞ്ഞോ എന്നും ചോദിച്ചു. അപ്പോൾ ഗൗതമിനെ ഞാൻ വിളിച്ചു അമ്മേ. ഗൗതം ഭയങ്കര ദേഷ്യത്തിലാണ് സംസാരിച്ചത്. ഗൗതത്തിനെ കുറേ വിളിച്ചതിന് ശേഷമാണ് ഗൗതം ഫോൺ എടുത്തതെന്ന് പറഞ്ഞു. അത് ചിലപ്പോൾ ഇനി മോനെ അവിടെ പരിശോധിച്ചുകൊണ്ടോ മറ്റോ ഇരിക്കുകയായിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെയെന്ന് പറയുമ്പോൾ എങ്കിലും എന്നോട് എടുത്തിട്ട് കാര്യം പറയാൻ പാടില്ലേ എന്ന് ചോദിച്ചു. അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ മോൾ, അത് ഓർത്തൊന്നും വിഷമിക്കേണ്ട. അങ്ങനെ ഒരു ദേഷ്യമൊന്നും ഗൗതത്തിന് മോളോട് കാണില്ല. എന്തായാലും ഒരു കാര്യം ചെയ്യുക, ഗൗതം കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് വിളിക്കുമല്ലോ, അപ്പോൾ കാര്യങ്ങൾ അറിയാം. മോള് ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞു. ലക്ഷ്മി മരുമോളെ സമാധാനിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോയി. അങ്ങനെ മരുമകൾ അവിടെ ഇങ്ങനെ ആകെ നിരാശയിലിരിക്കുക, എന്തുകൊണ്ടാണ് ഗൗതം തന്നോട് ദേഷ്യപ്പെട്ടതെന്നുള്ളൊരിത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഗൗതം അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. നന്ദയോടൊന്നും ചോദിക്കാൻ തനിക്ക് പറ്റിയില്ല, നന്ദ എന്താണ് ചെയ്തതെന്ന് അറിയാനായിട്ട് പറ്റിയില്ല. അപ്പം എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ആദ്യം ഇത് പിടിച്ചിങ്ങനെ നിൽക്കുക. അറിയണം, നന്ദയുടെ കൂടെയുള്ള കുഞ്ഞാരാണെന്ന് അറിയണം, നന്ദ എങ്ങനെയാണ് ഈ നാട്ടിൽ വന്നതെന്ന് അറിയണം. അപ്പം നന്ദയുടെ കയ്യിൽ തൻ്റെ നന്ദ കൊണ്ടുപോയ തൻ്റെ അച്ചൂട്ടൻ എവിടെയാണെന്ന് അറിയണം. ഇതെല്ലാം ഗൗതത്തിൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുവാണ്. ഇതെല്ലാം അറിഞ്ഞതിന് ശേഷമേ താൻ ഇവിടുന്ന് പോവുകയുള്ളൂ എന്നുള്ളൊരിത്. അങ്ങനെ ഗൗതം ആ ഒരു തീരുമാനം എടുക്കുകയാണ്. നന്ദ എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഇങ്ങനെയൊക്കെ മാറി താമസിച്ച് ആ ഒരു ഇതെല്ലാം അറിയണമെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ശാന്തിപുരത്ത് നിന്ന് നന്ദയെ പറ്റിയുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ചതിന് ശേഷം മാത്രമേ വിട്ടു പോവുകയുള്ളൂ എന്നുള്ള തീരുമാനത്തിൽ നമ്മുടെ ഗൗതം ഇങ്ങനെ നിൽക്കുക. ഈ സമയത്താണ് നിർമ്മൽ നമ്മുടെ നന്ദയെ കാണാനായിട്ട് അവിടെ വരുന്നത്. നിർമ്മൽ അവിടെ വന്നു. നിർമ്മൽ വന്ന് നന്ദയോടുള്ള ഈ ഒരു ഇതിൽ വെച്ച് നന്ദയുടെ ഈ വിഷമമൊക്കെ കണ്ട് ചോദിച്ചു, എന്തു പറ്റി നന്ദ, തനിക്ക് എന്താ പറ്റി, താൻ എന്താ ഇങ്ങനെ ഇതായിട്ടിരിക്കണേന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഗൗതം വന്ന കാര്യം, നന്ദൂട്ടൻ്റെ അച്ഛൻ ഗൗതമാണെന്നുള്ള കാര്യം നന്ദ ഇങ്ങനെ പറയുക. അപ്പം നന്ദ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, നിർമ്മൽ ഞെട്ടിപ്പോയി. നിർമ്മൽ എന്നിട്ട് ഇങ്ങനെ അത് കേട്ട് അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പിങ്കി അവൾ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുത്തു. ഗൗതം സാറിനെ അവൾ നേടിയെടുത്തു. അതുപോലെ തന്നെ അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഗൗതം സാറിൽ അവൾക്കൊരു കുഞ്ഞ്, അതും അവൾ നേടിയെടുത്തു. ഗൗതം സാറിൽ അവൾക്ക് ജനിച്ച കുഞ്ഞാണ് നന്ദൂട്ടൻ. തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മുടെ നന്ദ നിർമ്മലിനോട് പറയുവാണ്. എൻ്റെ ജീവിതത്തിൽ നിന്നും ഗൗതം സാറിനെ പറിച്ചെടുക്കണമെന്ന് അവൾ ആഗ്രഹിച്ചു, അതെല്ലാം അവൾ നേടിയെടുത്തു എന്നും പറഞ്ഞാണ് നന്ദ കരയുന്നത്. അപ്പം നന്ദ അങ്ങനെ കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗൗതത്തിൻ്റെ ആ ഒരു ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചിട്ട് നമ്മുടെ നിർമ്മലിനൊന്നും മനസ്സിലാകുന്നില്ല. ഗൗതം സാർ അങ്ങനെ ചെയ്യുവോ എന്നാണ് ഇപ്പോഴും നിർമ്മലിൻ്റെ മനസ്സിലുള്ള ആ ഒരു ചോദ്യം. പക്ഷെ തെളിവുകളൊക്കെ ഇപ്പോൾ അവർക്കെതിരായതുകൊണ്ട് ഇത് വിശ്വസിക്കാതിരിക്കാനും നിർമ്മലിനെ കൊണ്ട് പറ്റില്ല. അപ്പം നിർമ്മൽ ഇങ്ങനെ ആ ഒരു കാര്യമൊക്കെ വന്നിങ്ങനെ പറയുക, വിഷമിക്കേണ്ട, ഏതായാലും നന്ദ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് അവിടുന്ന് പോകുന്നതല്ല, ഇനി അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സമാധാനിപ്പിക്കുക. പക്ഷെ നന്ദയുടെ ഉള്ളു കിടന്ന് തേങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എങ്കിലും നിർമ്മലിൻ്റെ മുന്നിൽ താൻ ഇനി ആ ഒരു ഭാഗം ചിന്തിക്കുന്നില്ലെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് നിർമ്മൽ പിന്നെ ഗൗരിക്കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവിടെ ചെന്ന് ഗൗരിയെ പറഞ്ഞ് അമ്മ വഴക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ നളിനി അന്നേരത്തേക്കും പറഞ്ഞു കേട്ടോ, നിർമ്മലിനോട് പറഞ്ഞു. ഇതെല്ലാം കേട്ട് ഗൗരിക്കുട്ടിയെ സമാധാനിപ്പിക്കാനായിട്ട് നിർമ്മൽ ചെന്നു. അമ്മയ്ക്ക് എന്തെങ്കിലും അപ്പോൾ വിഷമമുള്ളത് കൊണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നത് കേട്ടപ്പം നന്ദൂട്ടൻ്റെ പപ്പയും വന്നിട്ട് കയറിയില്ല, അവരെന്താ അങ്ങനെ ഇറങ്ങി പോയെന്നൊക്കെ ചോദിച്ചു. അത് ചിലപ്പോൾ നന്ദൂട്ടൻ്റെ പപ്പ പോലീസാണെന്നല്ലേ മോള് പറഞ്ഞു, എന്തെങ്കിലും ആവശ്യം വന്ന് പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിർമ്മൽ കൊച്ചിനെ സമാധാനിപ്പിക്കുക. അങ്ങനെ നിർമ്മൽ പറഞ്ഞിട്ടൊന്നും ഗൗരിക്കുട്ടി കേൾക്കുന്നില്ല. ഗൗരിയെ എന്നിട്ട് പല രീതിയിലും നമ്മുടെ ഗൗതം ഒന്ന് മാനസാന്തരപ്പെടുത്താൻ നോക്കുന്നുണ്ട്. പക്ഷെ ഒരു രക്ഷയില്ല, നടക്കണില്ല. ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം
അവിടെ ഇങ്ങനെ നടക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നളിനി അന്നേരമാണ് വിവരം അറിയുന്നത്, വന്നയാളാണ് ഗൗതം സാർ എന്നുള്ള കാര്യം. നളിനിയും അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. നളിനി ആകെ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ ഒരു അവസ്ഥയിൽ അദ്ദേഹം ഇവിടെ വന്നു, പക്ഷെ നളിനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ. അത് ഓർത്ത് ഇങ്ങനെ നളിനിയും ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ആ ഒരു ഇതെല്ലാം നന്ദയുടെ വീട്ടിൽ ഇങ്ങനെ നടക്കുന്നു. ഇതേ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൗതം അതിലെല്ലാം അന്വേഷിക്കാനായിട്ട് തീരുമാനിച്ചു, നന്ദയെ പറ്റിയും അതുപോലെ ഇതൊക്കെ. അപ്പോൾ നന്ദയെ പറ്റിയൊക്കെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയുള്ള ചില ആൾക്കാരുണ്ടല്ലോ നന്ദയെ കാണാൻ പാടില്ലാത്തവർ, കറങ്ങി തിരിഞ്ഞ് നമ്മുടെ ഗൗതം എന്ത് ചെയ്തു, നന്ദയുടെ അരികിലേക്ക് ഈ നന്ദയുടെ വിവരം അന്വേഷിച്ച് അവരുടെ അടുത്തേക്ക് തന്നെ നിന്നു. അപ്പോഴത്തേക്കും വീട്ടിൽ ഒരുത്തൻ ഇന്നും വന്നുപോക്കുണ്ടെന്നും അവനാണ് സ്ഥിരം ആളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദയെപ്പറ്റി വളരെ മോശമായ രീതിയിൽ ഗൗതത്തിനെ പറഞ്ഞു കേൾപ്പിക്കുക. അപ്പോൾ അത് കേട്ടപ്പോൾ ഗൗതം ശരിക്കും പറഞ്ഞാൽ അതങ്ങ് വിശ്വസിച്ചു, നന്ദ മോശമാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു വകുപ്പിലാണ് ഈ ഗൗരി ഉണ്ടായിരിക്കുന്നതെന്ന് ഗൗതം അങ്ങ് വിധി എഴുതി. എന്നിട്ട് പിന്നെ ഗൗതം പിന്നെ നന്ദയോടുള്ള വൈരാഗ്യവും കാര്യങ്ങളൊക്കെ ആയി. ഈ സമയത്ത് ഗൗതത്തിനെ വിളിച്ചുകൊണ്ടിരിക്കുക, പിങ്കി വീട്ടിലേക്ക് ചെല്ലുന്നില്ലേ എന്നും ചോദിച്ച്. അപ്പോൾ ഗൗതം എന്നിട്ട് കൊച്ചുമായിട്ട് വീട്ടിലോട്ട് പോയി. വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ പിങ്കിക്കാണെങ്കിൽ ഭയങ്കര സങ്കടവും സ്നേഹവും എല്ലാം കൂടി. അപ്പോൾ ഗൗതം ഇങ്ങനെ അവിടെ ചെന്നിട്ട് എന്താ പറ്റിയെന്നുള്ള കാര്യം ഇവരോട് പറയണമല്ലോ. അത് പറയാൻ വേണ്ടിയിട്ട് പലതും ആലോചിച്ച് വെച്ചിരിക്കുക. വീട്ടിൽ ചെന്നപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ കൊത്തി ചോദിക്കുവാണ്, എന്തായി ഡോക്ടർ എന്താ പറഞ്ഞതെന്ന്. അപ്പോൾ ഗൗതം പറഞ്ഞു, ആ ഡോക്ടറും പറഞ്ഞത് കാല് ശരിയാവില്ലെന്നുള്ളതാണ്, തൽക്കാലം ഇങ്ങനെയൊക്കെ കൊണ്ടുപോകാനേ ഉള്ളൂ, പൂർണ്ണമായും ഇത് സുഖപ്പെടുത്താൻ കഴിയില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്നും പറഞ്ഞ് ഗൗതം അതിൽ നിന്ന് തലയൂരി. ഈ സമയത്ത് പിങ്കിയാണെങ്കിൽ സാരമില്ലെന്നൊക്കെ പറഞ്ഞ് മോനെ സമാധാനിപ്പിക്കുന്നു. അതിനുശേഷം അവിടെ നിന്ന് പപ്പ ഇറങ്ങി പോകുന്ന കാര്യങ്ങളും എല്ലാം ഈ കൊച്ച് അവിടെ ഇന്ത്യവരത്തിൽ ചെന്ന് പറയും. അപ്പം ഇന്ത്യവരത്തിൽ ചെന്ന് കൊച്ച് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനൊരു മറുപടി നമ്മുടെ ഗൗതം എല്ലാവർക്കും കൊടുക്കണമല്ലോ. അപ്പം പിന്നെ എന്ത് ചെയ്യും? ഗൗതത്തിനോട് ഇത് ചോദിച്ചപ്പോൾ ഗൗതം പറഞ്ഞു അവർക്ക് അത് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനാ അവിടെ നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ച് ഗൗതം ഇങ്ങനെ തടി വരാൻ നോക്കുക. അപ്പോഴും ഇവർ കുത്തി ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പഴയ സ്വഭാവം എടുത്തു, ഒച്ചെടുക്കല, ബഹളം, വഴക്ക് പറയല, അങ്ങനെയൊക്കെ. പിന്നെ ആരും ഒന്നും ചോദിച്ചില്ല. എന്തായാലും ആ ഒരു സംഭവവും കാര്യങ്ങളും അത് കഴിഞ്ഞ് പിന്നെ പിങ്കി ഗൗതത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുക. ഗൗതത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഗൗതത്തിനെ തൻ്റേതാക്കാൻ, അത് ലക്ഷ്മിയാണ് പറഞ്ഞു വിടുന്നത് പിങ്കിയെ, മോള് ചെന്ന് അവൻ്റെ മനസ്സ് മാറ്റാൻ നോക്കുക എന്നും പറഞ്ഞു വിടുന്നത്. എന്നിട്ട് പിങ്കി ഗൗതത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. ഗൗതത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് നമ്മൾ ഇത്രയും കാലമായി ഇങ്ങനെ ജീവിക്കല്ലേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്, എന്നെ ഒന്ന് പരിഗണിച്ചൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പിങ്കി ഗൗതത്തിന് ഒരുപാട് നയപരമായിട്ട് സംസാരിക്കുകയാണ്. പക്ഷേ ഗൗതം ഇതൊന്നും കേൾക്കാനോ അല്ലെങ്കിൽ അതൊന്നും മനസ്സിലേക്ക് കയറ്റാനോ തയ്യാറാകാതെ നിൽക്കുക. നന്ദയെ പറ്റിയുള്ള വിവരങ്ങളും കാര്യങ്ങളും എല്ലാം അതിങ്ങനെ മനസ്സിൽ കിടന്ന് കറങ്ങി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും നടക്കുമ്പോഴത്തേക്കും പിങ്കി ഗൗതത്തിലേക്ക് ചേരാൻ വേണ്ടി ചെല്ലുക. അപ്പോൾ ഗൗതം ഇങ്ങനെ പിങ്കി നോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മാറി. എനിക്ക് കുറച്ചുകൂടി സാവകാശം തരാൻ പറഞ്ഞുകൊണ്ട് ഗൗതം ഇങ്ങനെ പിങ്കിയോട് പറയുക കേട്ടോ. ഞാൻ ഇനി എത്ര കാലം കാത്തിരിക്കേണ്ടി വരും ഗൗതം എന്ന് ഇങ്ങനെ പിങ്കി ചോദിക്കുമ്പോൾ അതെനിക്ക് തന്നോട് പറയാനായിട്ട് പറ്റില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഗൗതം പിങ്കിയെ ഒഴിവാക്കി വിടുവാണ്. അപ്പോൾ പിങ്കിക്ക് അത് വല്ലാത്ത ഇൻസൾട്ടായിപ്പോയി, സങ്കടമായിപ്പോയി. പിങ്കി എന്നിട്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ മാറിയിരിക്കുക, ഗൗതത്തിൻ്റെ മനസ്സ് മാറുന്നത് വരെ താൻ കാത്തിരിക്കും എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് ഗൗതം വീണ്ടും അങ്ങോട്ട് തന്നെ പോവുകയാണ്. അപ്പോൾ ഈ വരുന്നു പോകുന്നവൻ ആരാണെന്ന് അറിയണം ഗൗതത്തിന്, അത് ആരുമായിട്ടുള്ള ബന്ധമാണെന്നും അറിയണം. അതിനു വേണ്ടി നമ്മുടെ ഗൗതം എന്ത് ചെയ്തു, നേരെ നന്ദയുടെ വീട് ലക്ഷ്യമാക്കി പോവുക. ഈ സമയത്തും അവിടെ നിർമ്മൽ വന്നിട്ടുണ്ടായിരുന്നു. നിർമ്മൽ വന്നിട്ട് ഇങ്ങനെ ഇവരുമായിട്ട് സംസാരിക്കുക. അപ്പോൾ ഇവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദയുടെ വിഷമവും സങ്കടവും ഒക്കെ കണ്ട് നിർമ്മൽ നന്ദയെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിർമ്മൽ വന്നു, കുറച്ച് കഴിഞ്ഞ് നന്ദയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നിർമ്മലും ഗൗതം അങ്ങോട്ടേക്ക് വരുന്നു. ഗൗതം വന്നു. അപ്പോൾ പുറത്തൊന്നും ആരും കാണുന്നില്ല. അപ്പോൾ നിർമ്മലാണെങ്കിൽ നന്ദയെ പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് എൻ്റെ ദൈവമേ, കഷ്ടകാലം എന്ന് പറയാലോ, നിർമ്മലിൻ്റെ നെഞ്ചിലേക്ക് നമ്മുടെ നന്ദയൊന്ന് ചാഞ്ഞ് കിടന്നു, തൻ്റെ സങ്കടം അടക്കാൻ കഴിയാതെ അങ്ങനെ കിടന്നു. അപ്പോഴത്തേക്കും നിർമ്മൽ ഇങ്ങനെ നന്ദയെ പറഞ്ഞ് സമാധാനിപ്പിക്കുവാണ്. അങ്ങനെ അവർ ആങ്ങളെയും പെങ്ങളും എന്നുള്ള രീതിയിലാണല്ലോ ജീവിക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങനെ നിൽക്കുന്നു. നമ്മുടെ നന്ദയെ നിർമ്മൽ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് ഗൗതം കയറി വരുന്നത്. ഗൗതം കയറി വന്നപ്പോൾ എന്താ, നിർമ്മലും നന്ദയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇത് കണ്ടപ്പോഴത്തേക്കും ഗൗതത്തിൻ്റെ കിളി പോയി. ഗൗതത്തിന് മനസ്സിലായി അപ്പോൾ നിർമ്മലും നന്ദയുമായിട്ടാണ് ഇപ്പോൾ ബന്ധമെന്നും ആ ഒരു വകുപ്പിൽ ചിലപ്പോൾ ഉണ്ടായതായിരിക്കാം ഗൗരിമോളെന്നും. അങ്ങനെ അതും വിചാരിച്ച് ഇതൊക്കെ കണ്ട് തല കറങ്ങിയിട്ട് ഗൗതം അവിടെ നിന്ന് അങ്ങ് പോയി. ഗൗതം ആ പോക്ക് പോയി ചെന്ന് കയറുന്നത് അന്ന് ഗൗരിയെയും നന്ദുവിനെയും തട്ടിക്കൊണ്ട് പോകാനായിട്ട് മെമ്പറുടെ കുറേ ആൾക്കാരുണ്ടായിരുന്നല്ലോ, അവരുടെ അടുത്തേക്ക് അവിടെ ചെന്ന്. അപ്പോൾ ഇവരെ റോങ് ആയിട്ട് കയറി വന്നു. പിന്നെ ഗൗതവുമായിട്ട് ഒന്നും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതവും ഇവരോട് ഭയങ്കര ഇതായിട്ട് ദേഷ്യപ്പെട്ടു. പിന്നെ പിടിയും വലിയൊക്കെ. അപ്പോഴത്തേക്കും കൂട്ടത്തിലുള്ള ഒരുത്തൻ വന്ന് നമ്മുടെ
ഗൗതത്തിനെ കുത്തിയപ്പോഴത്തേക്കും ഗൗതം ഇങ്ങനെ അവിടെ വീണു. ഈ സമയത്ത് അവിടെ നന്ദൂട്ടൻ്റെ പപ്പ ഇവിടെ വന്നായിരുന്നു എന്നുള്ള കാര്യം ഗൗരി പറയും. അപ്പോൾ ഗൗരി ഗൗതത്തിനെ കണ്ടിരുന്നു. അങ്ങനെ ഗൗരി പറഞ്ഞനുസരിച്ച് നന്ദ പിന്നാലെ പോവുകയാണ്. നന്ദ പിന്നാലെ ഓടി ചെന്നപ്പോഴത്തേക്കും കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവന്മാർ കുത്തി വീഴ്ത്തിയ ഗൗതം അവിടെ നടു റോട്ടിൽ കിടന്ന് പെടയുന്നതാ. അത് കണ്ടപ്പോഴത്തേക്കും നന്ദ ആകെ ഞെട്ടിപ്പോയി. നന്ദ വേഗം തന്നെ പോയി വാരിക്കോരി എടുത്തു ഗൗതത്തിനെ. എന്നിട്ട് പിന്നെ വേഗം ഹോസ്പിറ്റലിലാക്കി കഴിഞ്ഞിട്ട് നന്ദയാണെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം ഡോക്ടർമാരെ ഏൽപ്പിച്ച് എല്ലാം റെഡിയാക്കുവാണ്. അങ്ങനെയെല്ലാം ഗൗതത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നന്ദ തന്നെ ചെയ്തു കൊടുക്കും. അപ്പോൾ ഗൗതം അബോധാവസ്ഥയിലായതുകൊണ്ട് ഗൗതത്തിന് നന്ദ വന്നതോ നന്ദ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അറിയാൻ കഴിയുന്നില്ല. അപ്പോഴും നന്ദ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൗതത്തിൻ്റെ കാര്യം ആലോചിച്ചിട്ട്. അങ്ങനത്തെ നമ്മുടെ ഗൗതം പിന്നെ ഇവിടെ ഹോസ്പിറ്റലിലാണെന്നുള്ള കാര്യം വീട്ടിൽ അറിയിക്കണമല്ലോ. അപ്പോൾ വീട്ടിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് നന്ദ അവിടുത്തെ നമ്പറും പറഞ്ഞു കൊടുത്ത് ഓക്കെ അതിനുശേഷം പിന്നെ അവർ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു. ഇങ്ങനെ ഗൗതം സാർ ഇങ്ങനെ ഹോസ്പിറ്റലിലാണ്, ഇങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയതാണെന്നൊക്കെ പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി ഇതേ നമ്മുടെ പിങ്കി പറന്നു വന്ന് ഗൗതത്തിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് ഗൗതത്തിൻ്റെ കൈയൊക്കെ പിടിച്ച് ഭയങ്കര കരച്ചിലും ബഹളവും കാര്യങ്ങളും ഒക്കെ. എന്നെ എന്തിനാ ഗൗതം ഇങ്ങനെ കരയിപ്പിക്കുന്നത്, എന്തിനാ ഗൗതം എന്നെ വേദനിപ്പിക്കുന്നത്, എന്തിനാ എന്നോട് പറയാതെ പോയതെന്നൊക്കെ ചോദിച്ച്, എന്തിനാ അവിടേക്ക് പോയതെന്നൊക്കെ ചോദിച്ച് പിങ്കി ഭയങ്കര കരച്ചിലാണ്. പിങ്കിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല. കൈ പിടിച്ചു പിങ്കി ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ. അങ്ങനെ പിങ്കി കരഞ്ഞ് തളർന്ന് ഗൗതത്തിൻ്റെ കൈയും പിടിച്ച് അവിടെ ഇരിക്കുമ്പോഴാണ് ഗൗതത്തിൻ്റെ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നന്ദ ഓടി കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ പിങ്കി ഗൗതത്തിൻ്റെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ ഉമ്മ കൊടുത്തിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ്. അപ്പം അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ നന്ദയുടെയും കയ്യിൽ നിന്ന് പോയി. നന്ദയ്ക്ക് അത് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. അപ്പം രണ്ടുപേരും അപ്പുറയുന്നും തെറ്റിദ്ധരിച്ചു, ഇപ്പുറയുന്നും തെറ്റിദ്ധരിച്ചു. തെറ്റിദ്ധാരണയുടെ നടുവിൽ ഇപ്പോൾ നിർമ്മലും പിങ്കിയും നിൽക്കുകയാണ്. ഏതായാലും ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ നന്ദയ്ക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. നന്ദയ്ക്ക് അത് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. നന്ദ എന്ത് ചെയ്തു, വന്നതുപോലെ തന്നെ കരഞ്ഞുകൊണ്ട് തിരിച്ചു പോയി. ഇനി ഗൗതത്തിൻ്റെ ഒരു കാര്യവും താൻ അന്വേഷിക്കില്ല എന്നുള്ള തീരുമാനത്തിലാണ് നന്ദ അവിടെ നിന്ന് പോകുന്നത്. എന്തായാലും ഇപ്പോൾ ഇവരുടെ 3 പേരുടെയും ജീവിതത്തിൽ ഇനി എന്ത് സംഭവിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. നന്ദ പ്രസവിക്കില്ല എന്ന് വിധി എഴുതിയ മെഡിക്കൽ സയൻസ് ഉണ്ട്, അത് ഗൗതത്തിന് അറിയാം. എങ്കിലും നന്ദയ്ക്കൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞെങ്ങനെ വന്നു എന്നുള്ളതാണ് ഗൗതത്തിന് അറിയേണ്ടത്. അത് ഏകദേശമൊക്കെ കറക്കി കുത്തി തെറ്റിദ്ധരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ആശാൻ. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ കുരുക്കിലേക്ക് പോയി വീഴുന്നത്. അപ്പം അങ്ങനെ ആ കുരുക്കിൽ നിന്നും ഈ കുരുക്കിലേക്ക്, ഈ കുരുക്കിൽ നിന്നും മറ്റേ കുരുക്കിലേക്ക്, അങ്ങനെ കുരുക്കുകളിൽ നിന്നും കുരുക്കുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗൗതവും നന്ദയും പിങ്കിയും. ഇപ്പം അതേ കൂട്ടിന് നിർമ്മലും. അങ്ങനെ എന്തായാലും അച്ഛനും അമ്മയും മക്കളും കൂടി ചേരുന്ന ആ ഒരു വലിയൊരു കഥയുമായിട്ടായിരിക്കും ഇനി മുന്നോട്ട് നമ്മുടെ വിശേഷങ്ങൾ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സ്വീകരിക്കാൻ ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.